കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പിശാചിൻ്റെ ഏത് രീതിയിലാണ് പിശാച് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് ഇന്നും തുടർമാനമായിട്ട് അത് തന്നെയാണ് ചിന്തിക്കുന്നത്. പിശാചിൻ്റെ പ്രവർത്തനം അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇത് ഇങ്ങനെ ഈ പിശാചിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ കേൾക്കുമ്പോൾ ചോദിക്കും, ഇങ്ങനെ ഈ പിശാചിൻ്റെ കാര്യം എന്തിനാണ് പറയുന്നത്, ദൈവത്തിൻ്റെ കാര്യം എന്താ പറയാത്തത്? ഈ പിശാചിൻ്റെ കാര്യം പലതും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ദൈവത്തിൻ്റെ കാര്യമല്ല, നമുക്ക് ബൈബിളിൽ നിന്ന് നമുക്ക് എല്ലാം വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. പിശാചിൻ്റെ ആഴങ്ങൾ അറിയാനായിട്ട് പ്രയാസങ്ങളാണ്. അതുകൊണ്ട് പിശാചിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല. എന്നാൽ യേശുക്രിസ്തു നരകത്തെക്കുറിച്ച് കണ്ടുപോകാനും പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പിശാചാണ് നമ്മുടെ ഏറ്റവും വലിയ എനിമി. അതുകൊണ്ട് അവനെ മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിലേ അവനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബൈബിളിലുള്ള ചില റെഫറൻസൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് പിശാച് പ്രവർത്തിക്കുന്നതെന്നുള്ള ചില ചിന്തകളാണ് ഇന്ന് നമ്മളോട് പറയുന്നത്. മെറ്റോനയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ചെയ്യണം. ഇത് ആളുകളുടെ രൂപാന്തരത്തിന് വേണ്ടി ഉള്ള ഒരു ചാനലാണ്. ഞങ്ങൾ പ്രധാനമായിട്ട് ഈ ചാനലിനൊക്കെ ഉപരിയായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ മിഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ബീഹാർ, ഹരിയാന, ജമ്മു ആൻഡ് കാശ്മീർ, ഗോവ, ഇത്രയും സ്റ്റേറ്റുകളിൽ ഇപ്പോഴേ വർക്കുണ്ട്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ ദിവസങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആദ്യം തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഈ തുറന്ന വാതിലൂടെയാണ് ദുരാത്മാക്കൾ പ്രവേശിക്കുന്നത്. പലപ്പോഴും നമുക്ക് വാതിലടയ്ക്കാതെ കടന്നാൽ, എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെരയുടെ വാതിലിൻ്റെ കാര്യമല്ല പറയുന്നത്. പെരയുടെ വാതിൽ അടയ്ക്കുന്ന കാര്യമല്ല പറയുന്നത്, മനസ്സിൻ്റെ വാതിൽ അടയ്ക്കുന്ന കാര്യമാണ് പറയുന്നത്. അത് തുറന്ന് കിടക്കുമ്പോഴാണ് പലപ്പോഴും ദുരാത്മാക്കൾ പ്രവേശിക്കുന്നത്. നമ്മൾ ഒരു പാപം ചെയ്യുമ്പോഴെങ്ങനെയാണ് ദുരാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് നേരത്തെ ഉള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വീണ്ടും പറയുന്നില്ല. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 43-44 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇത് ശരിക്കും ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിലാണ് ഇവിടെ യേശുക്രിസ്തു ചിത്രീകരിച്ചിരിക്കുന്നത്. 41-ാം വാക്യത്തിൽ 12-43 അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നില്ല താൻ പുറപ്പെട്ടു വന്ന് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്നവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പത്തേലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. ഈ പിശാച് പോയിട്ട് തിരിച്ചു വരുന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വാതിൽ തുറന്ന് കിടന്നാൽ യവന് അതിൽ കൂടെ കയറി വരും. നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഇൻറ്റേർണലായിട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റുകളുണ്ട്. കയ്പിൻ്റെ അനുഭവങ്ങൾ, മറ്റുള്ളവരോട് നീരസത്തിൽ പെരുമാറുന്നത്, അൺഫോർഗീവ്നെസ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വരത്തക്ക രീതിയിലാണ് ആളുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ അൺഫോർഗീവ്നെസ് ഒക്കെ വരുന്നത്. ഈ ദുരാത്മാക്കളെ മനുഷ്യൻ്റെ മനസ്സ് കാണുവാൻ കഴിയുന്നു എങ്കിൽ ആ വാതിൽ തുറന്നു കിടക്കുമ്പോൾ ആ വാതിൽ കൂടി അകത്ത് കയറും. ആദ്യം ഇതിനകത്ത് പറയുന്ന ദുരാത്മാവനെ വിട്ടുപോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ ആ വാതിൽ തുറന്നു കിടക്കുകയാണ്. അന്നേരം വാതിൽ തുറന്നു കിടക്കുമ്പോൾ ആ വാതിനകത്തൂടെ അവനകത്ത് പ്രവേശിക്കും. ആ വാതിൽ അടച്ചിരുന്നെങ്കിലോ, വാതിലടച്ചു കയറാൻ പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, അവൻ്റെ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നു. നേരത്തെ പറഞ്ഞ പിശാച് ഒറ്റയ്ക്കല്ല, ഗ്രൂപ്പായിട്ടും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ വാതിൽ എന്നിവിടെ പറയുന്ന ഹൃദയത്തിൻ്റെയോ മനസ്സിൻ്റെയോ വാതിലായിട്ട് ഇരിക്കുക. ഈ വാതിലുകൾ യേശുക്രിസ്തു വാതിലിൽ വന്ന് മുട്ടുന്ന കാര്യമൊക്കെ വെളിപ്പാട് പുസ്തകം 3:20 ഈ വാതിലുകൾ തുറക്കുന്നത് ആന്തരിക മുറിവുകൾ വരുമ്പോഴാണ്. ശ്രദ്ധിക്കുക. ആന്തരിക മുറിവുകൾ നമ്മളിൽ വരുമ്പോൾ വാതിൽ തുറക്കും. നേരത്തെ പറഞ്ഞാൽ അൺഫോർഗീവ്നെസ്, ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അതുപോലെ മനസ്സിലെ പ്രതികാരം വെച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് ആന്തരിക മുറിവുകൾ. ഒരാൾ നമ്മളെ ഹർട്ട് ചെയ്തു, നമ്മൾ അയാളോട് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ദേഷ്യം വെച്ചിരിക്കുന്നു.
രണ്ടാമത് പാപങ്ങൾ മുഖാന്തരം വാതിൽ തുറക്കുന്നു. നമ്മൾ പാപത്തിൽ തന്നെ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അതിൽ ജീവിക്കുകയാണ്. അപ്പോഴതെല്ലാം തന്നെ ഓരോ വയലേഷനും ഓരോ എൻട്രിയാണ്. നമ്മൾ ഓരോ വയലേറ്റ് ചെയ്യുമ്പോഴും പിശാചിനൊരു എൻട്രിയാണ് വരുന്നത്. പിന്നെ നമ്മുടെ രഹസ്യ പാപങ്ങൾ, നമ്മൾ ആരും അറിയാതെ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, പാപങ്ങൾ, ആ പാപങ്ങൾ ഇതെല്ലാം തന്നെ എൻട്രിയാണ്. ഇവിടെ കാണുന്നു യവൻ ഒറ്റയ്ക്കല്ല, സംഘം ചേർന്ന് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നേരത്തെ പോയി തിരിച്ചു വന്നപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടുകൊണ്ട് അവൻ പോയിട്ട് വീട്ടിൽ 7 ആത്മാക്കളെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത് അകത്ത് കയറുകയാണ്. അതിന് പാപം മുഖാന്തരം നമ്മുടെ വാതിൽ നമ്മൾ തുറക്കരുത്. സേ നോ ടു സെൻ. പാപം മുഖാന്തരം വാതിൽ തുറക്കരുത്. രഹസ്യ പാപങ്ങൾ, ലൈംഗിക പാപങ്ങൾ, ഇതൊക്കെ തന്നെ അപകടമാണ്. ചില ബലഹീന നിമിഷങ്ങളിൽ ഇങ്ങനെയൊക്കെ വീണു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കോപം വരാനുള്ള അവസ്ഥ, പെട്ടെന്ന് ഉള്ള അവസ്ഥ. ചില സമയങ്ങളിൽ നമ്മൾ പറയും, എൻ്റെ ജീവിതം വല്ലാത്തൊരു പ്രയാസം, അങ്ങ് നശിച്ചു പോയാൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഈ ബലഹീന നിമിഷങ്ങളിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഹലോ, നമ്മുടെ വേർഡ്സിൽ കൂടി ഈ അന്തരീക്ഷത്തിൽ ക്രിയേറ്റ് ചെയ്തൊരു ഫ്രീക്വൻസി ഉണ്ട്. ഇത് ഒരുപാട് പേര് ഇവിടെ ചുറ്റും കേട്ടോണ്ടിരിക്കുക. നിങ്ങൾക്ക് കാര്യം കാണാൻ പറ്റുന്നില്ലെങ്കിലും ഒരുപാട് പേര് കേട്ടോണ്ടിരിക്കുകയാണ്. ഈ ബലഹീന നിമിഷത്തിൽ നിങ്ങളിങ്ങനെ ഒരു ഡിക്ലറേഷനൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇത് ചിലപ്പം ഈ ദുരാത്മാക്കൾ നിങ്ങളുടെ ഉള്ളിൽ കയറും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞാണ്, മുൻ തലമുറയിൽ നിന്ന്, ജനറേഷനിൽ നിന്ന് വരുന്ന ജനറേഷണൽ സ്പിരിറ്റ് ത്രൂ DNA കേഴ്സസ് തലമുറകളായി കൈമാറ്റം ചെയ്യുന്നു. മുൻ പാപങ്ങൾ തലമുറകൾ ചെയ്ത് വീണ്ടും ആവർത്തിക്കുന്നു. ജനറേഷണൽ ഇനിക്വിറ്റി, ജനറേഷണൽ സിക്നെസ്, ജനറേഷണൽ സ്പിരിറ്റ്, അതുപോലെ ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉരുവാവുന്ന സമയത്ത് തന്നെ നമ്മൾ വരുന്നതാണ്. പിന്നീടുള്ളൊരു കാര്യമാണ് എക്സ്റ്റേണലായിട്ടുള്ള ചില കാര്യങ്ങൾ. ആഭിചാരം, മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗം, ഇതെല്ലാം തന്നെ അവർ ദുരാത്മാക്കളെ അയക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വെളിച്ചത്തിൽ നടക്കുകയാണെങ്കിൽ, വെളിച്ചത്തിൽ മീൻസ് കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവവചന പ്രകാരം ജീവിക്കുകയാണെങ്കിൽ ഒരാഭിചാരവും നിങ്ങളെ തൊടുകയില്ല. ഒരാഭിചാരവും തൊടത്തില്ല. ഉഴപ്പി അടിച്ച് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനൊക്കെ ഇരയായും. എന്ന് പറയാൻ വി ആർ നോട്ട് സീരിയസ് അബൌട്ട് നമ്മുടെ സാൽവേഷനെ കുറിച്ചോ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചോ നമ്മൾ സീരിയസ് അല്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ വന്ന് കയറിയെന്ന് വരും. ഇതുപോലെയുള്ളതാണ് ബ്ലാക്ക് മാജിക്, വൈറ്റ് മാജിക്. ഇവിടെ എല്ലാം അയക്കുന്ന ദുരാത്മാക്കളെയാണ്. ചെയ്യുന്നവനും ഇത് ചെയ്യുന്ന ആളും അയക്കുന്നവനും ഒക്കെ ഇതേ അവസ്ഥയാണ്. അവൻ തക്കാലം ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അയച്ചെന്ന് വരും. എന്നാൽ അവനും അവൻ്റെ തലമുറയും അവൻ്റെ അപ്പനും അപ്പൂപ്പനും ഒക്കെ ചെയ്ത മന്ത്രവാദത്തിൻ്റെ ഫലങ്ങൾ ഇപ്പോഴും ഇന്നും തലമുറകൾ അവൻ്റെ തലമുറകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി ആഭിചാര ക്രിയകൾ ചെയ്യുന്നവരുണ്ട്. ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി ആഭിചാര ക്രിയകൾ ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ അതൊന്നും സാധാരണ കേസിൽ ദൈവമക്കൾക്ക് ഫലിക്കത്തില്ല. കാരണം നമ്മൾ സ്തോത്രത്തോടി ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൊക്കോളും. ഈ പ്രോവർബ്സ് സദൃശവാക്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നല്ല നല്ല കുറച്ച് വാക്യങ്ങളുണ്ട്. സദൃശവാക്യം 21:6 വാക്യമുണ്ട്. കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുത്, അവൻ്റെ സ്വാദ് ഭോജനങ്ങളെ ആഗ്രഹിക്കുകയും അരുത്. ഈവിളായി, കണ്ണുകടി എന്ന് പറഞ്ഞാൽ ഈവിളായി. എന്നിട്ട് ഈവിളയുടെ ഉള്ള അവൻ തരുന്ന ഭോജനങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുതെന്നാണ് അതിൽ പറയുന്നത്. ഈവിളായി അതുമായിട്ട് ബന്ധപ്പെട്ട് 8 വാക്യത്തിലെ നീ തിന്ന കഷ്ണം ഛർദ്ദിച്ചു പോകും, നിൻ്റെ മാധുര്യവാക്ക് നഷ്ടമായെന്ന് വരും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ വേറൊരു വാക്യമാണ് ഇയ്യോബിൻ്റെ പുസ്തകം 20:14 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ആഹാരം അവൻ്റെ കുടലിൽ പരിണമിച്ച് അവൻ്റെ ഉള്ളിൽ സർപ്പവിഷമായിത്തീരും. It is meat in his bowel is turned and it is the gall of asps within him. ഭക്ഷണം ശ്രദ്ധിക്കുക, സർപ്പവിഷമായിട്ട് തീരാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. യേശുവിൻ്റെ നാമത്തിൽ
ഈ മേഖലയിലൊരു വിടുതലുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ കാണുന്നത് 4/1 രോഗങ്ങളും ഈ ഭൂതങ്ങളാൽ ഉണ്ടാകുന്നതാണ്. ഒരുപാട് രോഗങ്ങളുണ്ട്, എന്നാൽ അതിനകത്ത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പല രോഗങ്ങളും എന്ന് വെച്ചാൽ 4/1 25% ഈ ഭൂതങ്ങളാൽ ഉണ്ടാകുന്നതാണ്. ദുരാത്മാവിൻ്റെ സാന്നിധ്യം, സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, പിരിമുറുക്കങ്ങൾ, ചിന്താഭാരങ്ങൾ, സമാധാനമില്ല, ഇതെല്ലാം തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളുടെ ദുരാത്മാവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നുള്ളതിന് മനസ്സിലാവും. ഒരിക്കലും സ്വസ്ഥതയില്ല, എപ്പോഴും ടെൻഷനും പിരിമുറുക്കമാണ്, എപ്പോഴും ചിന്താഭാരങ്ങൾ കൂടിയിരിക്കുകയാണ്, ഒരിക്കലും സമാധാനമില്ല, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു സന്തോഷമില്ല. അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഉറപ്പായിട്ടത് പരിശോധിക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രാണനിൽ ദുരാത്മാവ് അതിൽ പ്രവേശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സങ്കല്പത്തിനകത്ത്, ചിന്തകൾക്കകത്ത് ദുരാത്മാക്കൾ കയറിയാൽ അതൊരു കോട്ടയായിത്തീരും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ 2 രീതിയിലാണല്ലോ ദുരാത്മാവ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ഉള്ളിൽ കയറുന്നതും, ഒന്ന് പുറത്ത് നിന്ന് ഒപ്രഷൻ തരുന്നതും, നമ്മളെ പീഡിപ്പിക്കുന്നതും. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഇത് പുറത്ത് നിന്ന് ഒപ്രഷൻ തരികയാണ്, നമ്മൾ ഉള്ളിൽ കയറി അത് പീഡിപ്പിക്കത്തില്ല. എന്നാൽ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉള്ളിൽ വന്ന് പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അവിടെയാണ് നമ്മൾ ആദ്യം തന്നെ റിയലൈസ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടത്. ദുരാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, അത് സ്വസ്ഥതയില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു. രണ്ടാമത്, ആവർത്തിച്ച് നമ്മളെ ദണ്ഡിപ്പിക്കപ്പെടുകയാണ്. വീണ്ടും വീണ്ടും ഇത് നമ്മളെ ദണ്ഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ഒരിക്കലൊരു അറ്റാക്ക് വന്നു, പൈശാചിക അറ്റാക്കാണെന്ന് റിയലൈസ് ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഈ അറ്റാക്ക് റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. അതാണ് ഈ ആവർത്തിച്ച് ദണ്ഡിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം. അതിനകത്ത് അതൊരു പേടി പോലെയാണ് വരുന്നത്. 1 യോഹന്നാൻ 4:18 സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അപ്പോൾ ഈ ഭയം വരുന്നത് ഒരു വലിയൊരു ഫിയർ എന്ന് പറയുന്നൊരു ആത്മാവാണ്. ഭയം ദണ്ഡനം കൊണ്ടുവരും. അതുകൊണ്ട് ഭയത്തിൻ്റെ ആത്മാവല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് എന്താണ്? നമ്മൾ സെൽഫ് കൺട്രോളിൻ്റെ ആത്മാവിനെയാണ്, ബോൾഡ്നെസ്സിൻ്റെ ആത്മാവിനെയാണ് ദൈവം തന്നിരിക്കുന്നത്. 2 തിമോത്തിയോസ് 1:7 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വീണ്ടും കയറുന്നില്ല. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് ചില കാര്യങ്ങളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. സെൽഫ് കൺട്രോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ചില കാര്യങ്ങളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. പൈശാചിക അറ്റാക്കിൻ്റെ ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ 6:12 സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. അതിൽ ഒന്നിനും ഞാൻ അധീനനാകുകയില്ല. കാരണം വെച്ചാൽ കർത്തവ്യമുണ്ട്, അധീനരാകുകയില്ല. അത് എങ്ങനെയാണ് അങ്ങനെ പറ്റുന്നത്? നമ്മൾ ദൈവം തന്ന അനോയിൻറ്റിങ്ങിൽ ചലിച്ചാൽ നമ്മൾ അടിമയാകത്തില്ല. മറ്റൊരു ശക്തിക്ക് നമ്മെ സ്വാധീനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മേലുള്ള നിയന്ത്രണം, ദൈവത്തിൻ്റെ ആത്മാവിലുള്ള നിയന്ത്രണം നമ്മൾ ഏറ്റെടുക്കണം. അല്ലാതെ നമ്മളെ കാര്യങ്ങളുടെ നിയന്ത്രണം അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, പ്രത്യേകിച്ച് രഹസ്യ പാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണിത്. രഹസ്യ പാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയാൽ പൈശാചികൻ്റെ അടിമയായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ ആവശ്യമുണ്ട്. 4ാമത്തെ കാര്യം, ചില ശബ്ദങ്ങൾ ഉള്ളിൽ നിങ്ങൾ കേൾക്കും. നമ്മുടെ ഉള്ളിൽ 2-3 ശബ്ദങ്ങൾ കേൾക്കാമല്ലോ. ഒന്ന് പിശാചിൻ്റെ ശബ്ദം കേൾക്കാം, ഒന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം, ഒന്ന് നമ്മുടെ ശബ്ദവും കേൾക്കാം. ഈ 3 ശബ്ദങ്ങളാണ് പൊതുവേ കേൾക്കുന്നത്. അല്ലാതുള്ള വേറെ എക്സ്റ്റേണൽ ശബ്ദത്തിൻ്റെ കാര്യം നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദമാണ് പറഞ്ഞത്. അതായത് ചില ശബ്ദങ്ങൾ ഉള്ളിൽ നിന്ന് കേൾക്കും. ആരെങ്കിലും ഇല്ലാത്ത സമയത്ത്, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, നീ എന്തിനാ ജീവിക്കുന്നത്? ആത്മഹത്യ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഇനിയും ജീവിതം മടുത്തു, ഇനി ഇതുകൊണ്ട് എന്താ കാര്യമുള്ളത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പ്രാണൻ്റെ മേഖലയും ശരീരത്തിൻ്റെ മേഖലയും സൂക്ഷിക്കുക. ആത്മീയ മേഖല ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ആത്മാവ് ദൈവത്തോട് മനസ്സും ശരീരവും മേഖലയെ സൂക്ഷിക്കുക. പാപത്തിന് ഒരു രീതിയിലും വാതിൽ തുറന്നു കൊടുക്കരുത്. 5ാമതുള്ള ഒരു പീഡനമാണ് സ്വപ്നത്തിൽ കൂടി ആവർത്തിച്ചുണ്ടാകുന്ന പീഡനം. അതിൽ പലപ്പോഴും പാമ്പിനെയൊക്കെ സ്വപ്നത്തിൽ കാണും.
പാമ്പ്, സർപ്പം ഒക്കെ കാണും. സംഘം ചേർന്നാണ് ഇവിടെ വരുന്നത്. ബലഹീനത എന്താണ് എന്ന് മനസ്സിലാക്കി സംഘം ചേർന്ന് ജീവന് വിരോധമായി പ്രവർത്തിക്കുന്ന ഇതൊക്കെ സ്വപ്നത്തിൽ കൂടി വരും. ഈ സ്വപ്നത്തിൽ കൂടി വരുമ്പോൾ അതൊരു പീഡനം നമുക്കുണ്ടാക്കുകയാണ്. ഈ കണ്ടു കഴിയുമ്പോൾ നമ്മൾ റെസ്റ്റ്ലെസ് ആവുക, പീഡനത്തിൽ കൂടി നമ്മൾ അങ്ങ് റെസ്റ്റ്ലെസ് ആയി കഴിയും. അന്നേരം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, സ്വപ്നത്തിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു പൈശാചിക അറ്റാക്ക് നമുക്കുണ്ട്, അല്ലെങ്കിൽ പൈശാചിക അറ്റാക്ക് വരാൻ പോവുകയാണ് എന്നത് കാണിക്കും. അതുകൊണ്ട് ഇനിയും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എങ്ങനെയാണ് ഇതിൽ ഒന്ന് കരകയറണ്ടേ, അതിനെക്കുറിച്ചുള്ള ഒന്ന് ചുരുക്കമായി പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. പ്രാർത്ഥനയാലും വചനം കൊണ്ടും അവനെ തകർക്കണം. വിടുതൽ നിലനിൽക്കണമെങ്കിൽ വ്യക്തിപരമായി നിങ്ങൾ നിലനിൽക്കണം, അല്ലേ? എന്നുവെച്ചാൽ നിങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ നിലനിന്നെങ്കിൽ മാത്രമേ വിടുതൽ നിലനിൽക്കുകയുള്ളൂ. നമ്മൾ തോന്നിയ പോലെ അങ്ങ് പോയാൽ ദൈവവചനത്തിന് വിപരീതമായും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതെയും ഒക്കെ പോയി കഴിഞ്ഞാൽ വിടുതൽ ആയാൽ പോലും അത് നിലനിൽക്കത്തില്ല, അതങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണാം. വീണ്ടും പിശാച് ആളിനെ വിളിച്ചുകൊണ്ട് വരും. ഈ സംശയത്തിൻ്റെ ദുരാത്മാവ്, സ്പിരിറ്റ് ഓഫ് ജലസി, സ്പിരിറ്റ് ഓഫ് അൺഫോർഗീവ്നെസ്, ഭിന്നതയുടെ ദുരാത്മാവ്, ഇതെല്ലാം കുടുംബജീവിതത്തിൽ വന്നു കയറുന്ന ദുരാത്മാക്കളാണ്. എന്നുവെച്ചാൽ സംശയം തോന്നുക, ഒരാളോട് സംശയം തോന്നുന്നു, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അത് ഭിന്നത ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംശയത്തിൻ്റെ ദുരാത്മാക്കൾ വരുമ്പോഴേ അവിടെ ചെയ്യേണ്ടത് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇത് അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട്, ദുരാത്മാവിന് അങ്ങനെ ഒരു പ്രവർത്തനം കുടുംബജീവിതങ്ങളെ തകർക്കാനായിട്ട്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വീണ്ടും സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ, ഈ വിഷാദ രോഗം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. തീവ്ര ദുഃഖത്തിൻ്റെയും ശരീരക്ഷീണവും കൊണ്ടും ഒക്കെ വരുന്ന കാര്യങ്ങളാണ്. ബൈബിളിലെ 1 ശമൂവേൽ 16:23 ശൗലിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വരുമ്പോൾ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഈവിൾ സ്പിരിറ്റ് ഫ്രം ഗോഡ് വാസ് അപ്പോൺ സോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അന്നേരം ഈവിൾ സ്പിരിറ്റിനെ ദൈവം അയക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കും. അത് വേറൊരു സബ്ജക്റ്റാണ്, അത് പിന്നെ ഒരു ദിവസം അത് നമ്മൾ പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും, ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാവും, ദുരാത്മാവിനെ വിട്ടുമാറും. അന്നേരം ദാവീദിൻ്റെ കിന്നരം വായന എന്തിനാണ്? ശൗലിന് ആശ്വാസവും സുഖവും കിട്ടാനായിട്ടാണ്. ദുരാത്മാവ് അവനെ വിട്ടുമാറുന്നതായിട്ടും കാണും. ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് സൂയിസൈഡ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ, ഈ വിഷാദ രോഗമൊക്കെ ഒരുപാട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. നമ്മുടെയൊക്കെ നാട്ടുകളിലുള്ളതാണ്. മരുന്നിലുള്ള നമ്മൾ ടെമ്പററി ആയിട്ട് ആശ്വാസം കിട്ടുമായിരിക്കാം, എന്നാൽ പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതൽ ആ മരുന്നിലില്ല. സിംറ്റം വെച്ചാണ് ചികിത്സിക്കുന്നത്. ആ കാരണങ്ങൾക്ക് മരുന്നില്ല, കോസസിന് മരുന്നില്ല. അതുകൊണ്ട് എന്താണ് ഇതിനു വേണ്ടി നമ്മൾ അതിൻ്റെ ഡെലിവറൻസ് എടുക്കുക തന്നെ വേണം. ദ സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ, സ്പിരിറ്റ് ഓഫ് സൂയിസൈഡ്, ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ദുരാത്മാവിൻ്റെ അറ്റാക്കുകൾ തന്നെയാണ്. അതൊരു പൊസസീവ് അറ്റാക്കാണ്, നോട്ട് ഓപ്പറേഷൻ അല്ല, പുറത്തുനിന്നുള്ളതല്ല, പൊസസ് ചെയ്യുന്നതാണ്, നമ്മളെ ആ രീതിയിൽ ചെയ്യിക്കുന്നതാണ്. ഈ ലൈംഗികമായിട്ടുള്ള പാപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു മില്യൺസ് ഓഫ് ലക്ഷക്കണക്കിന് ദുരാത്മാക്കൾ ഉള്ളിൽ കയറുന്നതാണ് ആ സമയത്ത്. അതിൽ ഓരോ സൈറ്റിനെയും നിയന്ത്രിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. അനേകം രോഗങ്ങളുടെ പിന്നിൽ ദുരാത്മാക്കളുണ്ട്, നമ്മൾ മറന്നു പോരുത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ രോഗാത്മാക്കൾക്കെതിരായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ശക്തിയോടുകൂടി അതിനെ പ്രതിരോധിക്കുകയും വേണം. ഈ രോഗാത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ യേശുക്രിസ്തു 18 സംവത്സരമായ ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നെവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീയെ സൗഖ്യമാക്കുന്ന കാര്യം ലൂക്കോസ് 13:11 പറയുന്നുണ്ട്. അത് രോഗാത്മാവ് ബാധിച്ച് കൂനിയായിപ്പോയി. അനേകം രോഗങ്ങളുടെ പിന്നിലെ ദുരാത്മാക്കളുണ്ടെന്ന് നമ്മൾ മറന്നു പോരുത്. അവർ ലക്ഷണം പറയുന്ന ദുരാത്മാക്കൾ അപ്പോസ്തല പ്രവൃത്തിയിലുള്ളതാണ് 16 ലക്ഷണം പറയുന്ന ഡിവിനേഷൻ, സ്പിരിറ്റ് ഓഫ് ഡിവിനേഷൻ. ഭാവി അറിയാനൊന്നും പോകണ്ട, ഭാവി അറിയാനായിട്ട് പ്രവാചകൻ്റെ പുറകെ പോകരുത്. നീ നിൻ്റെ ജീവിതത്തെ ദൈവത്തിൽ അങ്ങോട്ട് ഒരുക്കി കൊടുത്താൽ മതി, ദൈവം തന്നെ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പാടുകൾ തരും.
അതുകൊണ്ട് പ്രവാചകന്മാരുടെ പിന്നാലെ പോയി ഇരുന്നാൽ നിങ്ങൾക്ക് ഭാവി ശരിയാവും എന്ന് പറഞ്ഞ് പ്രവാചകന്മാരുടെ മുമ്പിൽ പോകാതെ നിങ്ങൾ ദൈവവചനത്തിന് മുമ്പിലിരുന്നാൽ നിങ്ങളെ തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രവാചകന്മാരായിത്തീരും. പരിശുദ്ധാത്മാവ് സകലതും വെളിപ്പെടുത്തും, അല്ലേ? അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായത്തിൽ. വെൻ ദ അനോയിൻറ്റിങ് കംസ് ഹി വിൽ റിവീൽ എവരിത്തിങ്. അഭിഷേകം സകലതും വെളിവാക്കി തരുന്നു. അതുപോലെയുള്ള കാര്യങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങളുണ്ട്. ഡിസീവിങ് സ്പിരിറ്റ്, ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളുടെ പിന്നെ പോകുന്ന ഡിസീവിങ് സ്പിരിറ്റ്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ അൺഹെൽത്തി സ്പിരിറ്റ്, അൺഹെൽത്തി ഫിയർ വരുന്ന സ്പിരിറ്റ്, പിന്നെ കടമെടുക്കുന്ന സ്പിരിറ്റ്. ചില ആൾക്കുണ്ട് എപ്പോഴും പോയി ലോൺ എടുക്കാനായിട്ടുള്ള കയ്പിൻ്റെ ദുരാത്മാവ്. ഇതെല്ലാം നേരത്തെ പറഞ്ഞാണ്. സൂയിസൈഡിൻ്റെ ദുരാത്മാവ്. ഇതിനൊന്നും തന്നെ വാതിൽ തുറന്നു കൊടുക്കരുത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഉപവസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാരുണ്ട്. പ്രാർത്ഥിക്കുമ്പം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്പിരിറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ലിവ്യാഥാൻ സ്പിരിറ്റാണ്. അത് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തും. ഒരു രീതി പറഞ്ഞാൽ ഒരു മറൈൻ സ്പിരിറ്റാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ രക്ഷ പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മൾ ഡിക്ലെയർ ചെയ്യുക, മനസ്സിലാക്കുക നിങ്ങൾ ഏതോ മേഖലയിൽ ദുരാത്മാക്കൾ പീഡിപ്പിക്കുന്നു. ഇന്ന് അനേകർ അത് സമ്മതിക്കത്തില്ല. എനിക്കൊരു ദുരാത്മാവ് എന്നെ പീഡിപ്പിക്കുന്നതെന്നും പറഞ്ഞാലൊന്നും ആരും അത് സമ്മതിക്കത്തില്ല. സംശയത്തിൻ്റെ ദുരാത്മാവ് ആണ് അത്. അവിടെ നിങ്ങളെ തന്നെ താഴ്ത്തുക. നിങ്ങളുടെ ഉള്ളിലെ അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് നിങ്ങളെ ഒരു ദുരാത്മാവ്, ഒരു അശുദ്ധാത്മാവ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുക, എഗ്രി ചെയ്യുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തിരികെ വരിക. റിപ്പൻറ്റൻസ്, ക്ഷമിക്കുവാനായിട്ട് തയ്യാറാകുക. ദുരാത്മ സ്വാധീനങ്ങളെ എതിർക്കുവാൻ തയ്യാറാകുക. നമ്മൾ തന്നെ എതിർക്കണം. റിപ്പൻറ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഒരു പാപം ഏറ്റുപറച്ചിലല്ല. നേരത്തെ പറഞ്ഞ 180 ഡിഗ്രി തിരിച്ചു വരുന്നൊരു കാര്യം. സോൾട്ടൈസ് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുക. നമ്മൾ വിശ്വസിക്കുക, കർത്താവ് കാൽവറി ഇതിലെല്ലാം ചെയ്തു തീർത്താണ്. അതുകൊണ്ട് അവൻ്റെ നാമത്തിൽ ആ ശക്തിയെ ശാസിക്കുക. മറ്റുള്ളവരെ നിങ്ങൾക്ക് വിടുവിക്കാൻ കഴിയും എന്നുള്ള ചിന്ത നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ ഫെലോഷിപ്പിലുള്ള, കൂട്ടായ്മയിലുള്ള അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് വിടുവിക്കാൻ കഴിയും എന്ന് നിങ്ങൾ കൊണ്ടുവരിക. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ച കാര്യം പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ളതാണ്. പല രീതിയിലും ഞാനത് പറഞ്ഞു. ഏകദേശം 5 രീതിയിൽ പിശാച് നമ്മളെ പീഡിപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒരു നിർവാഹവുമില്ല, ഇത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡെലിവറൻസ് ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് സ്ഥലത്തായാലും ആ ലോക്കലായിട്ടുള്ള ഡെലിവറൻസ് ശുശ്രൂഷയിൽ പങ്കെടുക്കുകയോ ആ ദൈവ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അവരോടിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ കുറേ വ്യത്യാസങ്ങൾ വരും. അതിൽ നിന്ന് വലിയൊരു വിടുതൽ തരും എന്നുള്ള ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. തുടർമാനമായിട്ട് ഇത് കാണുക. ഈ എപ്പിസോഡുകളൊക്കെ കഴിയുമ്പം ഏത് ആത്മാവായാലും നിങ്ങളെ വിട്ടുപോകത്തക്ക രീതിയിൽ നിങ്ങൾക്കൊരു ഡെലിവറൻസ് വരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് സ്പിരിറ്റിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞല്ലോ കർത്താവെ. പല രീതിയിൽ ഇന്ന് ജീവിതങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൈശാചിക ശക്തികളെ വിടുവിക്കപ്പെടുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അതിന് എതിരായിട്ട് ശബ്ദം ഉയർത്തുവാൻ, കർത്താവെ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവെ ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോകാതെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുവാൻ, കർത്താവെ എല്ലാ ഗേറ്റ് വേസും അടയ്ക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവറി ക്രൂശിലെ നീ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന് കർത്താവെ ഈ ശക്തികളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ചതാണ് കർത്താവെ. അത് ഞങ്ങൾ റിയലൈസ് ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, കുടുംബജീവിതത്തിലെ അസ്വാസ്ഥ്യം, കർത്താവെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസുള്ള ചില വ്യക്തികളിത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിലെ ആ സ്പിരിറ്റുകളെല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ എല്ലാ വൈകാരികമായിട്ട് ഉള്ള പ്രയാസങ്ങളുണ്ടാക്കുന്ന എല്ലാ ഈവിൾ സ്പിരിറ്റിനെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നീ വിടുതൽ കൊടുക്കണം കർത്താവെ, നീ സഹായിക്കണം. ഈ ദിവസങ്ങൾ കർത്താവെ നിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ കൊടുക്കണം. അന്യോന്യം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവെ ദൈവസന്നിധിയിൽ
ഇരുന്ന് കർത്താവെ സബ്മിസീവായിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ടുള്ള കൃപ കർത്താവെ നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ കഴിയാതെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു. ഐ റിലീസ് ദ സ്പിരിറ്റ് ഫ്രം ഹെവൻ സോ ദാറ്റ് യു വിൽ ബി ടോട്ടലി ഹീൽഡ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് വിടുവിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ ഇപ്പോഴേ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ആ എല്ലാ ലെവ്യാഥാൻ്റെ സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഒക്ടോപ്പസ് സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതങ്ങൾ വെളിപ്പെടും. നാവിലെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ വയ്യാതെ ഇരിക്കുന്ന നാവിലെ കെട്ടുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങൾക്കിത് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് തുടർമാനമായി വാച്ച് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.